ഗാസയിൽ കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ 90 പലസ്തീനുകൾ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. തെക്കൻ നഗരമായ ഖാൻ യൂനിസിലെ മവാസി അഭയാർത്ഥി കേന്ദ്രത്തിലുണ്ടായ ആക്രമണത്തിൽ 11 പേരാണ് കൊല്ലപ്പെട്ടത്. പ്രദേശം മാനുഷിക മേഖലയായി ഇസ്രയേൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. റാഫ നഗരത്തിൽ ഒന്നിലേറെ ആക്രമണങ്ങൾ നടന്നതായാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ. എന്നാൽ ഇപ്പോൾ ഗാസയിലെ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന് പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എത്തിയിരിക്കുന്നു. യുദ്ധം തുടരുകയല്ലാതെ ഇസ്രയേലിന് മറ്റു മാർഗമില്ലെന്നാണ് നെതന്യാഹുവിന്റെ വിശദീകരണം. ഹമാസിനെ നശിപ്പിക്കുകയും ബന്ദികളെ മോചിപ്പിക്കുകയും പ്രദേശം ഇസ്രയേലിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നതുവരെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും ആവർത്തിച്ചു. ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്ത് ബന്ദികളെ മോചിപ്പിക്കുകയും ഗാസ മുൻപ് ഇസ്രയേലിന് സുരക്ഷാ ഭീഷണിയാകില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നതുവരെ യുദ്ധം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെടിനിർത്തലിനായി പകുതി ബന്ദികളെ മോചിപ്പിക്കണമെന്ന ഇസ്രയേലിന്റെ നിർദ്ദേശം ഹമാസ് നിരസിച്ചതായി നെതന്യാഹു ഇതിനോടകം ആരോപിച്ചിരുന്നു.